എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ദാ ഒരു 1.5-2 മാസമായിട്ടോ കൊക്കോ പൊട്ടിക്കൽ എന്താണോ ഒറ്റ കൊക്കൊക്കെ വരെ കിട്ടണില്ലായിരുന്നു കേട്ടോ. അതാ ഇപ്പം ഒരു 2 മാസം കഴിഞ്ഞ പിന്നെയാണ് ഒരു കുറച്ച് ഒത്തിരിയൊന്നുമില്ല ഒരു കുറച്ച് കൊക്കൊക്കെ കിട്ടിയത് കേട്ടോ. കർഷകൻ്റെ ഒരു അവസ്ഥ അല്ലേ. ഇത്ര നാൾ ഒരു പൂ വരെ ഉണ്ടാവണില്ലായിരുന്നു. ഇപ്പോൾ പതിയെ ഒരു പൂവൊക്കെ ആയി തുടങ്ങി കേട്ടോ. നാളും പൂവൊന്നുമില്ല. കൊക്കോയൊക്കെ ഇങ്ങനെ ഏതാണ്ട് പനിപ്പ് കയറിയ മാതിരി നിൽപ്പായിരുന്നു. പതിയെ പൂവായി തുടങ്ങിയിട്ടുണ്ട്. കാലാവസ്ഥയുടെയൊക്കെ ആയിരിക്കാം, എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. ഈ ഇടയ്ക്കൊക്കെ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ അത്യാവശ്യം കൊക്കോയ്ക്ക് നല്ല വിലയുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അറിയത്തില്ല, നമ്മളിപ്പോൾ കൊടുക്കാത്തതുകൊണ്ടേ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. ഇതുകൊണ്ട് ഉപജീവനം കഴിക്കണവരുടെയൊക്കെ അവസ്ഥ എന്താ അല്ലേ. ഇപ്പം ഇതിൽ ഓരോന്നുണ്ടായാൽ തന്നെ ഉണ്ടല്ലോ. നമ്മുടെ അണ്ണൻ ഇവിടെയൊക്കെ ചക്കയൊന്നും ആയിട്ടില്ല കേട്ടോ. ചക്കയും മാങ്ങയൊക്കെ ആയാൽ അത്രയ്ക്ക് ശല്യമാവില്ല. കണ്ടോ, അണ്ണാൻ തുളയ്ക്കണുണ്ടോ. ഇപ്പോൾ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഇവിടെയൊന്നും ചക്കയായിട്ടില്ല. ചക്കയായാൽ പിന്നെ ചക്കപ്പഴം മാങ്ങാപ്പഴം അതിൻ്റെ പുറകെ അങ്ങ് പൊക്കണം. അത് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടേ അണ്ണാനൊക്കെ ഒരു കൊക്കൊക്കെ ഉണ്ടെങ്കിൽ അതപ്പോൾ തന്നെ എങ്ങനെയാണ് അറിയണമെന്നറിയില്ല, മണത്തറിയും എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണ് കർഷകൻ്റെ അവസ്ഥ എന്ന് പറയുന്നതല്ലേ. നമുക്ക് ഉള്ളപ്പോൾ വിലയുണ്ടാവില്ല, ഇല്ലാത്തപ്പോൾ നല്ല വിലയായിരിക്കും. ഇപ്പോൾ ഈ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് നമുക്ക് മഴയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷേ ചില സ്ഥലത്തേക്കൊക്കെ മഴ കിട്ടിയെന്നൊക്കെ പറയാൻ കേട്ടോ. നമുക്കിവിടെ ഇതുവരെ മഴയൊന്നും കിട്ടിയിട്ടില്ല. അതാണ് അതുകൊണ്ട് കൊക്കോയൊക്കെ ഇരിക്കണം. നോക്കി നല്ല ഡ്രൈ ആയിട്ടിരിക്കും, വാട്ടർ കണ്ടൻറ്റേ ഇല്ല. കുഞ്ഞൂസിന് ഇങ്ങനെ കൊക്കൊക്കെ പൊട്ടിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അവളെ മിക്കപ്പോഴും പറയാം, അമ്മേ കൊക്കൊക്കെ ഉണ്ടോ ഇഷ്ടമാണ്. പക്ഷെ ഒരു കൊക്കൊക്കെ കണി കാണാൻ കഴിയില്ലായിരുന്നു. ഇന്ന് പൊന്നൂസില്ലതാണ്. ഇന്ന് പൊന്നൂസ് അങ്കമാടി പോയേക്കുക. ഉള്ളത് പൊട്ടിച്ച് വെയിലത്തേക്ക് ഇടുവാണെങ്കിൽ ഒരു കാലമില്ലാത്ത കൊക്കൊക്കെയൊക്കെ തിന്ന കാലം മറന്നു. നല്ല മധുരമുണ്ട്, വെയിലല്ലേ, നല്ല മധുരം. അപ്പോൾ കുറേ നാൾ കൂടി കൊക്കോ പൊട്ടിക്കണ ഒരു സന്തോഷത്തിലാട്ടോ. കൊക്കോ പൊട്ടിക്കണേ ഉണങ്ങണേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്കിക്കേ, ഉണ്ടോ, ഇത് അണ്ണാൻ തിന്നിട്ടേ ഇത് പറിക്കുമ്പോൾ ചോട്ടി കിടക്കണത് അതിൽ തന്നെ ഇട്ട് കൊണ്ടുവന്നേ കേട്ടോ. കണ്ടോ, ഇല്ലോ ഫുള്ള് തീർത്തു. താഴെ ചാടി കിടക്കണേ ഇതിൻ്റെ ഉള്ളിലിട്ട് പറക്കിയെടുത്തുകൊണ്ട് തന്നത് കിട്ടണത്. ഫുള്ള് കിട്ടുമൊന്നുമില്ല, എന്നാലും കിട്ടണതായില്ലോ. കണ്ടോ കൊക്കോ. അപ്പോൾ എൻ്റെ കൊക്കോ പൊട്ടിക്കലൊക്കെ തീർന്നു കേട്ടോ. കുറച്ചുണ്ടായിരുന്നു, കണ്ടോ, കുറച്ചുള്ളൂ, ഇത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കണ്ടോ, ഇതാ ഇങ്ങനെ ഇതെടുത്ത് വേണം. കണ്ടോ, ഇത് കൂനി എന്ന് പറയില്ലേ, ഇതാ ഇതിങ്ങനെ അങ്ങ് അടത്തിയിടണം. ഇങ്ങനെ കളഞ്ഞിട്ട് ഇങ്ങനെ കളഞ്ഞിട്ട് ഇത് 2 ദിവസം ഈ ബക്കറ്റിൽ തന്നെ വെക്കണം. ഇങ്ങനെ 2 ദിവസം പുളിപ്പിക്കാൻ വെക്കുമ്പോഴത്തേക്ക് ആ വാട്ടർ കണ്ടൻറ്റൊക്കെ പോയി കഴിയുമ്പോൾ നൂൽച്ചാക്കിലിട്ട് വയ്ക്കുക നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെ ബക്കറ്റൊക്കെ ആണെങ്കിൽ ആ വെള്ളം വാട്ടർ കണ്ടൻറ്റ് അങ്ങ് പോകില്ലല്ലോ. നൂൽച്ചാക്കിലാണെങ്കിൽ എളുപ്പമുണ്ട്. ഞാൻ വീണ്ടും പറയണം, നമ്മുടെ വീഡിയോ കാണുന്ന ആർക്ക് പലരും ഇപ്പോഴും, ഞാൻ മിക്കപ്പോഴും കൊക്കൊക്കെ ഉണ്ടായിരുന്നപ്പോൾ വീഡിയോ ഇടാറുണ്ട്, പക്ഷേ ഇപ്പോഴും ചോദിക്കണവരുണ്ട്. അപ്പോൾ അവരുടെ സംശയം ഒന്ന് മാറിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാനിപ്പോഴും പറയണം കേട്ടോ. എന്നും കേൾക്കണവർക്ക്, ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളവർക്കും ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്കും അതൊരു ഇറിറ്റേഷൻ ഇട്ട് തോന്നരുത്. ഇത് വീണ്ടും മറ്റ് പല സ്ഥലങ്ങളിലുള്ളവർ ഇത് കാണാത്തവരും അങ്ങനെയുള്ളവർക്കും ഇതൊരു ക്യൂരിയോസിറ്റിയാണല്ലോ.
അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നതാണേ. അപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ ഇതാണ്ടോ, ഇങ്ങനെ ഓരോ കായായിട്ട് ഇങ്ങനെ അടത്തിയെടുത്തിട്ട് ഒന്നെങ്കിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നൂൽച്ചാക്കിൽ അങ്ങ് വെച്ചാൽ വെള്ളം വാണങ്ങ് പൊക്കോളും. അങ്ങനെ 2 ദിവസം ഇരുന്ന് കഴിയുമ്പോൾ വെയിലത്തിടുക ചെയ്യണേ. അങ്ങനെ ഉണക്കിയെടുക്കുക കേട്ടോ ചെയ്യണേ. അപ്പോൾ എൻ്റെ പരിപാടി ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടുക. അതുപോലെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.